സാംസൺ എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ഇസ്രായേലിലെ ഒരു രാജാവായിരുന്നു, ഇസ്രായേലിലെ ന്യായാധിപന്മാരിൽ ഒരാളായിരുന്നു സാംസൺ, അല്ലെങ്കിൽ ശിംശോൻ എന്നും വിളിക്കപ്പെടും. അപ്പോൾ സാംസന്റെ പേരിൻ്റെ ഒരു അർത്ഥം ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ എന്നാണ്. വാസ്തവത്തിൽ വളരെ ശക്തിയുള്ള ഒരു യോദ്ധാവായിരുന്നു ഈ സാംസൺ അല്ലെങ്കിൽ ശിംശോൻ എന്ന് പറയുന്നത്. സഞ്ജു സാംസൺ ക്രിക്കറ്ററിൻ്റെ ഒരു കരിയർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം എല്ലായ്പ്പോഴും ശക്തിയിൽ വിശ്വസിച്ച ഒരു കളിക്കാരനാണ്. തന്നെ ഫോമിലില്ലായിരുന്ന സമയത്ത് പോലും പ്രാക്ടീസൊക്കെ ചെയ്ത് തൻ്റെ ഒരു കളിശൈലി മാറ്റാതെ തന്നെ ശക്തിയിൽ എപ്പോഴും അദ്ദേഹം തൻ്റെ കരുത്തിലെപ്പോഴും വിശ്വസിച്ച ഒരു കളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഹാൻഡൊക്കെ കാണിച്ച് തന്നെ ബൈസെപ്സ് ഒക്കെ കാണിച്ചിട്ടുള്ള ചില ശരീരഭാഷ കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിന് മനസ്സിലാക്കിയതും അദ്ദേഹത്തിൻ്റെ കേളി ശൈലിയിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും തൻ്റെ പവറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. തൻ്റെ കഴിവിൽ അദ്ദേഹം ശക്തമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻ്റ്, അപ്പം സാംസൺ എന്ന ഒരു യോദ്ധാവിന് ഒരു എന്താ പറയുക, അസാമാന്യമായ ഒരു ശക്തി ഉണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തിന്. ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെയാണ് സാംസന്റെ ബാറ്റിങ്ങിൻ്റെ എല്ലായ്പ്പോഴും പലപ്പോഴും മറ്റ് കളിക്കാരൊക്കെ ടൈമിങ്ങിനെ ആശ്രയിച്ചൊക്കെ ഇരിക്കും, ബോളിൻ്റെ മൂവ്മെൻ്റൊക്കെ. പക്ഷെ സാംസൺ എപ്പോഴും തൻ്റെ പവറിൽ വിശ്വസിച്ച് കളിക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുന്ന മനോഭാവം. അത് വളരെ പ്രധാനമാണ്. ഒരു ടീമിൽ 11 പേര് ഉള്ളപ്പോൾ അതിൽ 15 അംഗ സംഘമാണെങ്കിൽ തന്നെയും അതല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായാലും എവിടെയാണെങ്കിലും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാനുള്ള ഒരു മനോഭാവം, അത് സഞ്ജുവിൻ്റെ എടുത്തു പറയത്തക്ക ഒരു ക്വാളിറ്റിയാണ്. സീനിയർ ജൂനിയർ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരോടും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ താഴ്മ, വിനയം പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീശാന്തിൻ്റെ പേഴ്സണാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പലപ്പോഴും ഒരു അഹങ്കാരി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട് ശ്രീശാന്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ്, മറ്റ് കളിക്കാരോടുള്ള സമീപനം, വാസ്തവത്തിൽ അദ്ദേഹം ഒരു അഗ്രസീവായ ഒരു കളിക്കാരൻ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഒരു ആക്ഷേപം, ഇപ്പോൾ പൃഥ്വിരാജിന് പോലും അങ്ങനെ ഒരു ആക്ഷേപം ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു അഹങ്കാരിയാണെന്നുള്ള ഒരു സാധാരണഗതിയിൽ എല്ലാവരും